നിക്ഷേപം നടത്തുന്നതിന് മുൻപ് സ്റ്റോക്ക്, ബോണ്ട്, മണി മാർക്കറ്റ് എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ എന്ന് പലർക്കും ഒരു സംശയമുണ്ടാകും. അതായത് ഒരു ഉദാഹരണം പറയാം. ഭൂഖണ്ഡങ്ങൾ താണ്ടിയുള്ള ഒരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടതിന്റെ ആവശ്യമുണ്ട്. വിമാനമാണ് ഏക മാർഗമെന്നും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അപ്പോൾ വിമാനത്തിൽ പറക്കാനുള്ള പലവിധ നിബന്ധനകളെ കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതോ വ്യത്യസ്ത കൺട്രോൾ ടവറുകളിൽ നിന്ന് പൈലറ്റിന് ലഭിക്കുന്ന സിഗ്നലുകളെ കുറിച്ചാണോ? ഒരിക്കലും ആയിരിക്കില്ല. അതോ റേഡിയോ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളൊരു പൈലറ്റോ കോ പൈലറ്റോ ആണെങ്കിൽ മാത്രം ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ ആവശ്യം പരിഹരിക്കപ്പെടുന്നുണ്ടോ, ഞാൻ എത്തിച്ചേരേണ്ട സ്ഥലം ഏതാണ്, അതിനുള്ള ടിക്കറ്റ് ആണോ എടുത്തിട്ടുള്ളത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിന് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ വിമാനം ഓടിക്കുന്നത് പോലെയാണ്. അതായത് സ്റ്റോക്ക്, ബോണ്ട്, മണി മാർക്കറ്റുകൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള നിക്ഷേപങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, മണി മാർക്കറ്റുകൾ എന്നിവ എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ വിവിധ ലക്ഷ്യങ്ങൾക്ക് സഹായകമാകുന്നത് ഏതു തരം മ്യൂച്വൽ ഫണ്ടുകളാണെന്ന് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മതിയാകും. മ്യൂച്വൽ ഫണ്ടുകൾ ഉപയോഗിക്കുകയും ഒരു വിദഗ്ധ ഫണ്ട് മാനേജ്മെന്റ് ടീമിനെ ഈ വാഹനത്തിന്റെ, അതായത് മ്യൂച്വൽ ഫണ്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അനുവദിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യാത്രയ്ക്ക് അനുയോജ്യമായ ഒരു വാഹനം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറയാം. അതായത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തു, അത്രയേ ഉള്ളൂ. ശേഷം നിങ്ങൾ കുറെ കാലം മിണ്ടാതിരിക്കുക. നിങ്ങൾക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും.